ഹലോ ഗൈസ്, എല്ലാവർക്കും AARONEXT യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ അമ്മയെ ഉണ്ട്. ഹായ്. അപ്പോൾ ബാക്കി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ അമ്മ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അതെ, അപ്പോൾ ഞാനും കൂടെ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഇന്നൊരു മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒത്തിരി എല്ലാ വർക്കുകളും ഇങ്ങനെ മാറ്റി വയ്ക്കുമായിരുന്നു കോവിഡ് കാരണം. ഇന്നൊരു വർക്ക് ഉണ്ട്, അതിന് ഞാൻ മോനെയും കൂടി കൊണ്ടുപോവുകയാണ്. കേട്ടില്ലേ, ഇതാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ എവിടെയാണ് സ്ഥലം? ബാലരാമപുരം. അവിടെ നിന്ന് കുറച്ച് പോകണം. അതിൻ്റെ മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ അമർത്തി ആൾ നോട്ടിഫിക്കേഷൻ കൊടുക്കും. ഹലോ. അപ്പോൾ ഗൈസ്, ഞാൻ മാത്രമല്ല, ഞാനും അമ്മയും മാത്രമല്ല, അമ്മയുടെ ഒരു സ്റ്റാഫും കൂടി ഉണ്ട്. അപ്പോൾ ആ ചേച്ചിയും കൂടി പിക്ക് ചെയ്യാൻ പോകണം. അതിന് ശേഷം നമ്മൾ മേക്കപ്പ് ചെയ്യാൻ അമ്മ പോകും. കുറേ വണ്ടികളുണ്ട് ഗൈസ്. അപ്പൊ അമ്മേ, നമ്മളിപ്പോ എവിടെയാണ് പോകുന്നത്? ഒരിക്കാൻ എവിടെയാണ് പോകുന്നത്? ഒരിക്കാൻ നെല്ലിമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. ഇപ്പോൾ ഒരു സ്റ്റാഫിനെ വിളിക്കാൻ വേണ്ടിയിട്ട് മൊടൂർപ്പാറ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ബാലരാമപുരം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പോകാനുണ്ട്. അവിടെ നിന്ന് കണ്ടെയ്ൻമെന്റ് സോണാണ് ആ കുട്ടി. അപ്പോൾ പോയി വിളിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല, ബസ്സില്ല എന്ന് പറയണു. അങ്ങനെയാണ് ഗൈസ്. അപ്പൊ നമ്മള് അങ്ങോട്ട് വിളിക്കാൻ പോവുകയാണ്. ആംബുലൻസ് വരുന്നുണ്ട് ഗൈസ്, ബാക്കിൽ ആംബുലൻസ് ആണ്. ഓക്കെ 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 ഓക്കെ. പിന്നെന്താ ഗൈസ്, ആർക്കിനും മേക്കപ്പ് ചെയ്യാനും എന്തിനും ഉണ്ടിൽ എൻ്റെ അമ്മയടുത്ത് ഞാൻ താഴെ ഡി ബോക്സിൽ നമ്പർ ഇട്ടേക്ക്, നിങ്ങൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക. അല്ലേ അമ്മ? അതെ അതെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നില്ല, കഴിഞ്ഞ ദിവസം നല്ല ഗൈസ്, കുറേ ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ ഗൈസ്? ആ പെട്ടികളാണ് ഗൈസ്. അന്ന് അമ്മ അറിഞ്ഞില്ലായിരുന്നു ഗൈസ്. പിന്നെയാണ് അറിഞ്ഞത്. വീഡിയോ ഇട്ട് കഴിഞ്ഞ ശേഷമാണ് അമ്മ അറിഞ്ഞത് ഗൈസ്. യാ ഗൈസ്, അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാലരാമപുരം എത്താറായി. ഓക്കെ. പെട്രോൾ പമ്പിൽ കയറി. എന്താണ് പേര്? റിലയൻസ് എന്ന് പറഞ്ഞൊരു പെട്രോൾ പമ്പിലാണ് നമ്മൾ കയറിയത്. എടാ ചേട്ടൻ ഒരു കാറിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലേ ആ ചേട്ടൻ ഒരു കാറിൽ വേറെ ഒരു കാറിൽ പെട്രോൾ അടിക്കുകയാണ്. കാണിക്കാൻ പറ്റില്ല ഗൈസ്, കാണിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മള് മൊടൂർപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അല്ലേ അമ്മ? നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ആ ചേച്ചി ഇവിടെ എവിടെയോ ഉണ്ട്. ചേച്ചി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് നോക്കാം. വേണോ? അല്ല എവിടെയാണ്? ദാ നിൽക്കുന്നു ഗൈസ്, ദാ നിൽക്കുന്നു. ഹലോ എവിടെ പോയി? അയ്യോ. ഹായ് ഗൈസ്, ഇത് നമ്മളെ രമ്യ ചേച്ചിയാണ്. ഒരു ഹായ് പറഞ്ഞു. ഹായ്.
അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ സാനിറ്റൈസറിൽ ഉപയോഗിക്കണം. അപ്പോൾ ചേച്ചി അവിടെ നമ്മൾ സാൻഡ്ലൂണിൻ്റെ ഒരു സ്പ്രേ വാങ്ങാൻ പോയിരിക്കുന്നു. പിന്നെ മാസ്ക്, എന്താ മാസ്ക് അമ്മ? അത് അമ്മ എന്താ മാസ്ക്? സർജിക്കൽ മാസ്ക്. ആ മാസ്ക് ആ ചേച്ചി വാങ്ങാൻ പോയിരിക്കുകയാണ്. എൻ്റെ കൂടെ ഒരു സ്പ്രേ ഞാൻ എടുത്തിട്ടുണ്ട്. സാനിറ്റൈസർ, നല്ല സാനിറ്റൈസറാണ്. ഞാൻ സ്പ്രേ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇത് നല്ല സ്പ്രേ ആണ് ഗൈസ്, നല്ലൊരു സ്പ്രേ ആണ്. ഹാൻഡ് സാനിറ്റൈസർ എന്നാണ് ഇതിൽ അങ്ങനെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇത് ആകുമ്പോൾ കൈ ഒന്നും ഒട്ടില്ല ഗൈസ്. ചിലതെല്ലാം എന്താ കൈ ഒട്ടും, അതാണ് എനിക്ക് കൈ ഒട്ടുന്ന ഇഷ്ടമല്ല ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ നെല്ലിമൂടാണ്. അമ്മ നേരത്തെ പറഞ്ഞ ആ സ്ഥലമാണ് നെല്ലിമൂട്. നീ കാനലും കുളത്ത് മാത്രം പോയാൽ മതി ഗൈസ്. ഗൈസ് പിന്നെ ഒരു കാര്യമുണ്ട് അല്ലേ അമ്മ, നമുക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരു സെലൂണുണ്ട്. എൻ്റെ പേരാണ് വജ്ര ബ്യൂട്ടി സെലൂൺ അല്ലേ അമ്മ? നമുക്ക് ഇതാ നെല്ലിമൂടും ഉണ്ട്, നെയ്യാറ്റിൻകരയും ഉണ്ട് അല്ലേ? ഗൈസ് അങ്ങനെ നമ്മളൊരു സ്പ്രേ വേണ്ടി സാൻഡ്ലോൾ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഗോദ്രേജിൻ്റെ ഒരു സ്പ്രേ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെന്താ പിന്നെ നമ്മൾ ഇത് എത്ര എണ്ണം ഉള്ള ചേച്ചി? 10. ഇത് 10 ഉള്ള ഒരു മാസ്കാണ്. 50 രൂപ അല്ലേ? ഇതില്ലേ ഗൈസ് ലോറിയെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു. ഈ വഴിയാണോ? അല്ല വഴി പറഞ്ഞു തന്നില്ലേ ഗൈസ്. അപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഞാൻ കാറി ഇരിക്കാമെന്ന് കരുതി ഗൈസ്. അപ്പോൾ അമ്മയും മറ്റേ ചേച്ചിയും കൂടെ പോയിട്ടുണ്ട് ഒരുക്കാൻ. ഇതാ കല്യാണത്തിന് ചേച്ചിയുടെ അപ്പോൾ ഒരുക്കാൻ പോകുന്ന ചേച്ചിയുടെ കാറാണ് ഗൈസ്. ഇത് എൻ്റെ സബ്സ്ക്രൈബറാണ് ഗൈസ്. പേരെന്താ ഏട്ടൻ്റെ? ജിഷ്ണു. ഓക്കെ ഗൈസ്, ദാറ്റ് ഈസ് മൈ സബ്സ്ക്രൈബർ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ തിരിച്ചു വരികയാണ്. നമ്മളെ രമ്യ ചേച്ചി വീട്ടിലാക്കി. അപ്പോൾ നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അല്ലേ അമ്മ? ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതെ, ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു തിരക്കുണ്ടായിരുന്നു അല്ലേ അമ്മ? അതുകൊണ്ട് ഫോട്ടോസ് ഒന്നും എടുത്തില്ല അല്ലേ ഗൈസ്? നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവല്ലേ അമ്മ? അല്ലേ? നമ്മൾ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ അമർത്തി ആ നോട്ടിഫിക്കേഷൻ